അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക. പിന്നെ എപ്പോഴും ദീനീ പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ്. അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ്. യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ അടുത്ത് താമസിച്ചിരുന്ന കാലത്തെക്കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു. ഹലീമ ബീവിയുടെ സഅദിയ എന്ന് പറഞ്ഞ ഗോത്രാണ്, അത് ഉൾനാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്താണ്. മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ്, വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം, അതായത് കച്ചവടക്കാരുടെ സ്ഥലം. മക്കാർക്ക് ആകെ 2 പരിപാടിയാണുള്ളത്. ഒന്ന് കച്ചവടമാണ്, ഒന്ന് കൃഷിയാണ്. കൃഷി മക്കയിലല്ല, ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ്. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത്, ജോർഡാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങൾ ഉള്ളത്. അപ്പൊ അവിടുന്ന് കൃഷി ചെയ്താൽ അതും കച്ചവടം തന്നെ ഇക്കാരം. അപ്പോൾ ഓലെ കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്, കൃഷിയില്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ്. അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു. ഈ കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല, എല്ലാ ഭാഷയും കൂടിയാ പറയാ. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചേരം നിന്നിട്ട് വന്നാല് മലയാളം മുഴുവൻ പറയില്ല, കുറച്ച് മലയാളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പുട്ടില് തേങ്ങട്ടമാതിരി ആവശ്യമില്ലാത്തടത്തൊക്കെ കുറെ ഇൻഷാല്ലയും ഒക്കെ ഉണ്ടാവും. കുറെ ആവശ്യത്തിന് പറയാനുള്ള സാധനമല്ലോ. ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംസാരിക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നബി തങ്ങൾ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ്, കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഅദിയ ഗോത്രത്തിൽ നിന്നാണ്. സഅദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ്. ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ പഠിച്ചത്. ഒരു 1.5 വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത്. 1.5 വയസ്സാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടി 50 വാക്കുകൾ സംസാരിക്കണമെന്നാണ് നിയമം. 1.5 വയസ്സുള്ള ഒരു കുട്ടി 50 വാക്ക് സംസാരിക്കണം. 1.5 വയസ്സ് വ്യക്തമായി സംസാരിക്കണം എന്നില്ല, അവ്യക്തമായ സംസാരം, വാപ്പ അമ്മ പപ്പ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ 50 വാക്ക് സംസാരിക്കണം. 1.5 വയസ്സ്. 1.5 വയസ്സാവുമ്പോൾ 50 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട്. സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ ഉടനെ 2-3 ടെസ്റ്റ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യും, സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ. കാരണം എന്താ, ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. മക്കളെ എടാ നിങ്ങൾക്ക് എന്താ പരിപാടി? നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കി ചെയ്തിട്ടാണ്. ഞാൻ നിങ്ങളെ പറ്റിയിട്ട് നല്ല വർത്താനൊക്കെ പറഞ്ഞിങ്ങാണ്ട് അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കരുതേ, ആകെ എരപ്പാവും. ഞാനും നിങ്ങളൊക്കെ മൊത്തത്തിൽ എരപ്പാവും. അപ്പം എന്തേ പറഞ്ഞു, 1.5 വയസ്സുള്ള കുട്ടി 50 വാക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും. ഇന്ന് അധിക കുട്ടികളും 1.5 വയസ്സിൽ 50 വാക്ക് സംസാരിക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഒരു കൊല്ലം മുമ്പിലുണ്ടായിരുന്നത്. 2.5 വയസ്സായ കുട്ടി 150 വാക്ക് സംസാരിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1.5 വയസ്സിൽ തന്നെ 150 വാക്ക് സംസാരിച്ചിരുന്നു. അതാണ് സംസാരം. എവിടുന്ന് പഠിച്ചു? ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് പഠിച്ചു. ഹലീമ ബിബി റളിയല്ലാഹു അൻഹ ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ്. എന്താ കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. എന്താ കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം? ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത്? ഉമ്മയും വാപ്പയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത്. ഈ സംസാരശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ. സംസാരശേഷി ഇല്ല എന്ന് പറഞ്ഞത് നാവിൻ്റെ പ്രശ്നമല്ലല്ലോ, ചെവിയുടെ പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം? സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത്, ചെവിക്കാണ് പ്രശ്നമുള്ളത്. സംസാരം കേട്ടില്ല, അതിനാൽ സംസാരിച്ചില്ല.
നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കാനുള്ളതല്ല. നാവ് ജന്മനാ സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ, രുചി അറിയാനുള്ളതാണ്. ചുണ്ട് ജന്മനാ സംസാരിക്കാനുള്ളതല്ല, തൊള്ള അടച്ചു വെക്കാനുള്ളതാണ്. പല്ല് ജന്മനാ സംസാരിക്കാനുള്ളതല്ല, അത് കോയിൻ്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കടിച്ചിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ്, സംസാരിക്കാനല്ല. തൊണ്ട സംസാരിക്കാനുള്ളതല്ല, ആമാശയം സംസാരിക്കാനുള്ളതല്ല. ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ്. അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം. ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ്. എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഉമ്മയും ബാപ്പയും മൊബൈലുമ്മയായി എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം. ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഭാഷയൊക്കെ ഉണ്ടാവും, ഉമ്മമാർക്ക് അതൊന്നൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾ ചോറ് കഴിക്കാൻ പറയുമ്പോൾ മാമു കഴിച്ചാന്ന് പറയും. ഡിക്ഷണറി മൊത്തം തിരഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ, മാമു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ കാണൂല. ഇത് പറയാൻ വേണ്ടി തിരഞ്ഞു തന്നെയാണ്. കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട്, മാമു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതിനർത്ഥമില്ല. അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയുന്ന ഒരു ഭാഷയാണ് ചോറ് കഴിക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം. അത് ഒരു ഭാഷയല്ല, പക്ഷേ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത്. അങ്ങനെ കുറേ സാധനമുണ്ട്. വേണ്ടാത്ത ചെയ്താൽ ചെന്തുക്കാരം പിടിക്കും എന്ന് പറയും, അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. പോത്താമ്പി എന്നൊരു സാധനം ഇല്ലല്ലോ. ഒക്കെ ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും 1.5 വയസ്സാവുമ്പോഴേക്ക്. അതുകൊണ്ട് 1.5 വയസ്സാവുമ്പോൾ കുട്ടി 50 വാക്ക് സംസാരിക്കും. ഇന്ന് ആ സംസാരമില്ലാതെയായി, അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി. ഇപ്പം എല്ലാ കുട്ടികളെയും 2 വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും 1 വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത്. അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത്, ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെടാൻ. ജുമയ്ക്ക് പോകാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ ജുമയ്ക്ക് പോയിട്ട് തട്ടിൻ്റെ മേലെ കയറി ഇരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി. മുമ്പ് അങ്ങനെയല്ല, മുമ്പ് ജുമയ്ക്ക് പോകാത്തവരുണ്ട്. പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൽമ്പ് വിൽക്കാത്തവരുണ്ട് പഴയ കാലത്ത്. പുതിയാപ്പള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പള സൽക്കാരം പുതിയാപ്പളി ഓൻ്റെ ചങ്ങായിമാരോ പോവുക. ഇന്നിപ്പോൾ അത് വേണ്ട വെച്ചിട്ട് നമ്മൾ പെരക്കാർ പോകലാക്കിയിട്ടുണ്ട്. ചങ്ങായിമാരെ ഒഴിവാക്കി. കാരണം എന്താ വെച്ചാൽ നോൽമ്പ് വിൽക്കാത്ത വേണ്ട എന്ന് കരുതിയിട്ട്. പുതിയാപ്പളി ഓൻ്റെ ചങ്ങായിമാരും പോയാൽ നോൽമ്പ് വിൽക്കാത്തത് കുറേ ഉണ്ട് പഴയ കാലത്ത്. ഇന്ന് നോൽമ്പ് വിൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല. നോൽമ്പ് വെച്ചിട്ട് നിക്കരിച്ചാത്തവരുണ്ടാവും പഴയ കാലത്ത്, നിക്കരിച്ചിട്ട് നോൽമ്പ് വിൽക്കാത്തവരും ഉണ്ട്. ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ റമദാൻ മാസമാണ് വരുന്നത്. മേച്ചേരിപ്പറമ്പ് അങ്ങാടിയത്തെ പള്ളി പോയിട്ട്, അങ്ങാടി പള്ളി ഇല്ലേ, അങ്ങാടിയത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസറസ്കാരത്തിനോ പള്ളിക്ക് കയറിയാൽ ഹൗദക്ക് വെള്ളം അടിച്ചാലും തികയില്ല. ചെറുപ്പക്കാരുണ്ട് കയറി നിക്കരിച്ചിട്ട്, അല്ലാതെ വയസ്സന്മാർ നിക്കരിച്ചിട്ടല്ല. അപ്പോൾ നിക്കരിച്ചാത്തവർ വളരെ കുറവാണ്, നോൽമ്പ് വിൽക്കാത്തവർ വളരെ കുറവാണ്. ഇപ്പം എന്താ പ്രശ്നമുള്ളത്? ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോൽമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവൻ്റെ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിന്റെ സനദിൽ അല്പം ദുഅഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവമുള്ള വർത്താനാണ്. നമ്മളാകെ 40 കൊല്ലം ആയിട്ടുണ്ടാവില്ലേ ഇബാദത്ത് എടുക്കാൻ തുടങ്ങിയിട്ട്. അതൊരു വെള്ളിയാഴ്ച അയക്കാറ് നല്ലത് എന്നാ പോവാതിരിക്കലല്ലേ, ഇതാണ് പരിപാടി. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് നമ്മൾ തന്നെ ബാത്തിലാക്കുകയാണ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും. പള്ളി മദ്രസൻ്റെ ബാത്റൂം നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ്. അപ്പോൾ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാൻ ഞാനേ
അന്ന് ഹജ്ജിന് പോയപ്പോൾ അബൂജാലിന്റെ ബാത്റൂമിലാ തൂറിയത് എന്നറിയും. വെറുതെ പറയുന്നെ 20 കൊല്ലം മുമ്പ് പോയ വർത്താനം എപ്പോഴും പറയാൻ എന്താ കാട്ടുക? അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായല്ല ചെയ്തത് ബാത്തിലാക്കുക. ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ഹജ്ജിനൊക്കെ പോണ സമയമായി. 2 കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം. 1, ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം. 2, ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം. ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ പറയന്നെ, വിശദീകരിക്കന്നെ. അവിടെ അങ്ങനെ ആ പാലത്തിൻ്റെ കൂടെ അങ്ങനെ പോയിട്ട് മറ്റോടത്ത് കൂടി എങ്ങനെ വന്നിട്ട് അതൊക്കെ അവിടെ പോണ എല്ലാവരും ചെയ്യണതാണ്. പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ടും ഒക്കെ അതൊന്നും അത്ര പറയാൻ മാത്രമൊന്നുമില്ല. തൊള്ളേത്തെ നാവ് അടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി. അപ്പൊ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം, ഇബാദത്തുകൾ കുറേ ഉണ്ട്, പക്ഷെ ചെയ്ത് ഇബാദത്ത് ബാത്തിലൊക്കെയാണ്. ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണ അറിയങ്ങള്? പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം. പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണതിൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ച് ഗീറ്റ് കട്ടിലുമ്മ നീണ്ടു കയറുന്ന കടന്നുങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മൗത്തായ കുറേ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത്. ഏത് കാലം? പള്ളിക്കൽ വെള്ളിയാഴ്ച ഖുതുബ തുടങ്ങാൻ 40 ആള് തെകിയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടെന്ന് പള്ളിക്കുളത്തുനിന്ന് കുളിപ്പിച്ച് കള്ളിത്തുണി തിരുമ്പിച്ചിട്ട് 40 തേച്ച് നിക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടായിരുന്നു. ഇന്ന് ഈ ഇരിക്കണ നമ്മളെല്ലാവരും ഒരുപാട് മനുഷ്യന്മാർ മരിക്കണ്ടിട്ടില്ലേ? ആരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്? ഇതൊരു വിഷയമല്ലേ? സംഗതി ഒരു പ്രശ്നമാണല്ലോ. എത്ര ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ നമ്മൾ കണ്ടു, ഒരുപാട് ആൾക്കാർ മരിച്ചനെ നമ്മൾ കണ്ടില്ലേ? ഇതൊരു വിഷയല്ലേ? മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കിയാൽ എന്നല്ല കേട്ടോ, ആയാൽ എന്നാണ്. ആക്കാൻ കഴിയൂല, അത് ആകലാണ്. കാരണം മരണത്തിന്റെ ഹാല്, സക്കറാത്തിന്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആക്കാൻ കഴിയൂല, ഓട്ടോമാറ്റിക് ഉണ്ടാവണം. അതാവണമെങ്കിൽ എന്ത് വേണം? ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. ഈമാൻ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട്. 1, ഉമ്മാനെ അടങ്ങാറാക്കിയോന്റെ ഈമാൻ ഊരപ്പെടുന്നതാണ്. ഈ ഉമ്മാനെ അടങ്ങാറാക്കിയാൽ ദുന്യാവും തന്നെ അനുഭവിക്കും. അനുഭവിക്കുന്നു മാത്രല്ല, ഓൻ അനുഭവിച്ചു എന്ന് 4 ആൾ അറിയും കൂടിയും ചെയ്യും. ആൾക്കാർ പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ, ഓൻ്റെ ഉമ്മാനെ അത്ര ഇടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും. ഉമ്മാനെ അടങ്ങാറാക്കിയാൽ ദുന്യാവെന്ന് അനുഭവിക്കും. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ്. 1, കഅബമക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന കൂലിട്ടും. 2, മുസാഫക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും. 3, ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും. മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല. കണ്ണിന്റെ കാഴ്ച പറയാ, തിമിരത്തിന് പിന്നെ സർജറിക്ക് കൊണ്ടിരുന്നല്ലാതെ വേറെ ഒന്നും കിട്ടൂല. ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന കൂലിട്ടും. കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും. ഓതാൻ അറിയില്ലെങ്കിലും മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്ന കൂലിട്ടും. ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ, പഴയ കാലത്തുണ്ടാവും ഓതാൻ അറിയാത്തവരുണ്ടാവും. വെറുതെ മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കി, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പേജ് മറിച്ച് കണ്ട് അയക്ക് ഇങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും. ഉമ്മാന്റെ മുഖത്ത് നോക്കിയാൽ കൂലിട്ടും. എന്നാലൊരാൾ ഉമ്മാനെ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്നു തന്നെ അനുഭവിക്കും, അവൻ്റെ ആഖിബത്ത് ചീത്തയാവുകയും ചെയ്യും.